എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകാരും പിങ്ക് റേഷൻ കാർഡുകാരുമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്നതും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ തന്നെ ഒട്ടേറെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും ഉണ്ടായിരിക്കേണ്ട മുൻഗണനാ റേഷൻ കാർഡായിട്ടുള്ള പിങ്ക് വിഭാഗം റേഷൻ കാർഡിന്റെ ഒഴിവുകളിലേക്ക് വേണ്ടത്ര നീല വെള്ള റേഷൻ കാർഡ് ഉടമകളെ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുവാൻ അർഹതയുള്ള 10 ലക്ഷത്തിലേറെ പേര് ഒഴിവുകൾ തുടരുന്നതിനാൽ സർക്കാരിന് വലിയ ആശങ്കയാണ് ഇപ്പോഴുള്ളത്. ഇത്രയും പേർക്കുള്ള സൗജന്യ റേഷൻ വിഹിതത്തിന്റെ അലോട്ട്മെന്റ് നിർത്തലാക്കുവാൻ കേന്ദ്രം ഭാവിയിൽ നടപടികൾ സ്വീകരിച്ചാൽ അത് കേരളത്തിന് വൻ തിരിച്ചടിയാകുന്നതാണ്. നിലവിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ അംഗങ്ങളെയും മസ്റ്ററിംഗ് നടത്തിയപ്പോൾ വന്നതാണ്. ഇത്രയും ഒഴിവുകൾ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ 1.54 കോടി പേരെയാണ്, അതായത് ജനസംഖ്യയുടെ 43% പേരെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. സൗജന്യ റേഷന് ഉൾപ്പെടുത്തുവാൻ ഇങ്ങനെയാണ് സാധിക്കുന്നത്. ഈ വർഷം മാർച്ചിൽ മസ്റ്ററിംഗ് നടപടികൾ അവസാനിച്ചപ്പോൾ 1.43 കോടി ആളുകളാണ് ഈ ഒരു നടപടികളുടെ ഭാഗമായത്. ഈ 5.94 ലക്ഷം AOI മഞ്ഞ കാർഡിനും 35.79 ലക്ഷം പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് പിങ്ക് റേഷൻ കാർഡിനുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും വ്യക്തികൾ ഉൾപ്പെടുന്നത്. തുടർന്ന് കേരളത്തിൽ ഇല്ലാത്തവർ മരിച്ചുപോയവരുമായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ തേടി റേഷനിങ് ഇൻസ്പെക്ടർമാർ താഴെത്തട്ടിൽ നിന്ന് പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല. അതേസമയം 98.58% പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 10 ലക്ഷത്തിലേറെ പേർ ഒഴിവിന്റെ കാര്യത്തിൽ സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും മൗനം തുടരുകയാണ്. ഇതിനിടെ 2 തവണയായിട്ട് മുൻഗണനാ ഇതര വിഭാഗത്തിലുള്ള നീല വെള്ള കാർഡുകളിൽ അർഹരായിട്ടുള്ളവർക്ക് പിങ്ക് കാർഡ് നൽകുവാൻ അപേക്ഷ ക്ഷണിച്ചുവെങ്കിലും 70,000 പേര് മാത്രമാണ് സർക്കാർ നടപടികൾ പ്രകാരം അർഹരായിരിക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളിലും അത് പ്രകാരം നൽകുന്ന മാർക്കിലും ഇളവുകൾ നൽകിയിട്ടും ആളുകളെ കണ്ടെത്താനായിട്ടില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഓൺലൈൻ വഴി പിങ്ക് കാർഡിന് അപേക്ഷിച്ച നീല വെള്ള കാർഡുകാരിൽ 28,300 കുടുംബങ്ങൾക്ക് നവംബർ 4-ന് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായിട്ടുള്ള റേഷൻ കാർഡുകൾ നൽകുവാൻ 10 ലക്ഷത്തിലേറെ പേർ ഒഴിവുകൾ മാസങ്ങളായിട്ട് തുടരുകയാണ്. ആശങ്ക ഉണർത്തുന്നതിനായിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ തുടർച്ചയായിട്ട് 3-ാം തവണയും റേഷൻ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് സർക്കാർ ക്ഷണിച്ചിരിക്കുകയാണ്. നവംബർ 17-ാം തീയതി മുതൽ ഡിസംബർ 16-ാം തീയതി വരെ ഒരു മാസമാണ് വീണ്ടും പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത്. സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ടല്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അപേക്ഷ നൽകാവുന്നതാണ്. സൗജന്യ റേഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പിങ്ക് റേഷൻ കാർഡിനായിട്ട് അപേക്ഷകരെ ലഭിക്കാത്തതിനാൽ ഇത് തുടർച്ചയായിട്ടും 3-ാം തവണയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അർഹതയുള്ളവർ അപേക്ഷിക്കേണ്ടതാണ്. അതിനിടെ തന്നെ റേഷൻ വിതരണത്തിൽ മാറ്റത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നും അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അന്ത്യോദയ അന്യോദയ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡിന് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് റേഷൻ വിതരണം നൽകുവാനാണ് നീക്കം നടക്കുന്നത്. കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം 7.5 കിലോ ധാന്യം വീതം ലഭിക്കുന്നതാണ്. റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നീക്കം നടക്കുന്നത്. നിലവിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം 35 കിലോ ധാന്യമാണ് ലഭിക്കുന്നത്. അതായത് കാർഡിൽ ഒരംഗമാണ് ഉള്ളത് എങ്കിലും ഈ അരി ലഭിക്കുന്നതാണ്. അംഗസംഖ്യയ്ക്ക് അനുസൃതമായിട്ട് അരി വിതരണം ചെയ്യണമെങ്കിൽ കൂടുതൽ പേരുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. പിങ്ക് റേഷൻ കാർഡും NBS നീല റേഷൻ കാർഡ് ഉടമകൾക്കും നിലവിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് റേഷൻ വിഹിതം നൽകുന്നത്. ഇതുപോലെ തന്നെ മഞ്ഞ കാർഡിനും വിതരണം ചെയ്യുവാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.